Welcome to Poly Family Channel. Our new video. Yes. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ. ഇന്നൊക്കെ എന്നാ ഒരു വിശേഷം. നമ്മ കുഞ്ഞാവക്ക് ഇന്നൊക്കെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ. Thank you. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് അവൾക്ക് എന്താ സർപ്രൈസ് കൊടുക്കുക? അതന്നെ എന്താ ഒരു സർപ്രൈസ് കൊടുക്കുക? നമുക്ക് സർപ്രൈസ് വീക്ക്നെസ് ആണല്ലോ. അപ്പോൾ എന്താ ഇപ്പൊ കൊടുക്കുക എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. എന്ത് തരും? അത് സർപ്രൈസ് പറഞ്ഞാ പോയില്ലേ. മുഖ്യമാ ഒരു സർപ്രൈസ് കൊടുക്ക പോറ ഇന്നേക്ക്. ഞാൻ കാര്യം പറയട്ടെ, എപ്പോഴും മനുവാനുണ്ടല്ലോ എനിക്ക് സർപ്രൈസ് പറഞ്ഞിട്ട് എല്ലാ ബർത്ത്ഡേക്കും പറയും. പക്ഷെ പറഞ്ഞ് എന്താണ് സർപ്രൈസ് പൊളിയുന്നതല്ലാതെ അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിക്കുന്നതല്ലാതെ ആള് സർപ്രൈസ് ആയിട്ട് എനിക്ക് ഇതുവരെ തരില്ല. അതുപോലെ ഞാൻ കണ്ടുപിടിക്കുമെന്നാണ്. പക്ഷെ ഇന്നത്തെ സർപ്രൈസ് ഞാനിങ്ങനെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്, പറയാണ്ട് പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് രാവിലെ അമ്പലത്തേക്ക്, നമ്മുടെ അടുത്തുള്ള ഒരു അമ്പലമാണ്, അപ്പൊ അവിടെ വന്ന് ഇന്നിപ്പോ ബർത്ത്ഡേ പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞൊരു മുഖ്യമായ സ്ഥലത്തേക്കാണ് പോണത്. അവിടെയാണ് ഈ സർപ്രൈസ്. അതൊരാള് കൊടുത്തു വിടുകയാണ്. നീ കണ്ടു നോക്ക്. നീ ഈ സമയത്ത് എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത്, ആ ഒരു എക്സ്പെക്ടേഷനാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അത് ഈ ബർത്ത്ഡേക്ക് തന്നെ തരണം എന്ന് എനിക്ക് ആഗ്രഹം. എങ്ങനെയെങ്കിലും ബർത്ത്ഡേക്ക് അവളെ ഹാപ്പി ആക്കണം. അത് പക്ഷെ ട്രാവൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് ഡോക്ടർ പറഞ്ഞു 3 മാസത്തേക്ക് ട്രാവൽ ചെയ്യാൻ പാടില്ല. റിസ്ക് എടുക്കാൻ ഞാനില്ല, ഇവളും ഇല്ല റിസ്ക് എടുക്കാൻ. നമുക്ക് വേണ്ട. എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലോങ് ആണ്. അടുത്താണെങ്കിലൊക്കെ പോവായിരുന്നു. കുറച്ചൊരു 200 കിലോമീറ്റർ പോകണം. ഒരു 5-6 മണിക്കൂർ 7 മണിക്കൂറോളം വണ്ടിയിൽ ഡ്രൈവിംഗ് ആണ്. പിന്നെ എനിക്ക് നല്ല പേടിയാണ്. ഇല്ലെങ്കിൽ എങ്ങനെ പോവായിരുന്നു. ഇപ്പൊ അതിന്റെ ഒരു റിസ്ക് പേടിന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത് ശരിക്കും. കുഞ്ഞാ ഇപ്പൊ നാമ 2 ഇല്ലേ 3. അപ്പൊ കുറച്ച് കെയർഫുൾ ആയിട്ട് തന്നെ ഇരിക്കണം. 3 മാസം ഡോക്ടർ ഒന്ന് പറഞ്ഞു പോയി. അത് എല്ലാവരും അങ്ങനെ തന്നെ. അച്ഛനാവാൻ പേടി. തുടരുത്, ഇരിക്കരുത്, കാല് ചമ്രം പറഞ്ഞ് ഇരിക്കാൻ പാടില്ല, നടക്കാൻ പാടില്ല. ഞാൻ എപ്പോഴത്തെ പോലെ നടക്കും. இந்த உலகத்துல இருக்கிற எல்லா ஹஸ்பண்ட்ஸும் அப்படிதான். முதல் குழந்தைன்னா அவங்க அப்படி கேர் பண்ணி பத்திரமா பார்த்து பண்ணுவான். அதுதான் நானும் பண்ணிருக்கேன். குழந்தைய மட்டும் தான் பாப்பாங்க. அதுக்கப்புறம் நீ அவுட்டு. நானும் என் பிள்ளையும் சொந்தங்கள் அவ்வளவுதான். கோவில்ல போறோம், பார்த்துக்கிறோம். ഇപ്പൊ തന്നെ 10 മണിയായി. ഞാൻ പോയിട്ട് വരട്ടെ. അത് കഴിഞ്ഞ് ട്വിസ്റ്റ് നീങ്ങളും കാണുക. ஓகே பாய்ஸ், இன்னொரு ஒரு முக்கியமான கிஃப்ட் இருக்கு. அவளுக்கு பிடிச்ச கிஃப்ட். அது அவளுக்கு தெரியாது. ஏன்னா நீங்களே வீடியோவில் பாருங்க. அதுதான் இன்னைக்கு கிஃப்ட் இல்லை, அது அவளுக்கு ஒரு சர்ப்ரைஸ். இந்த டைமில் அவளுக்கு கிடைக்கிற அது பெஸ்ட் சர்ப்ரைஸாக இருக்கும்னு நான் நினைக்கிறேன். എനിക്ക് നിനക്ക് വേണ്ടി ഒരു സാധനം കൊടുത്തു വിട്ടിട്ടുണ്ട്. അത് പിക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ വെറുതെ നടക്ക് നോക്ക. ഗൈസ്, ഞാൻ പൊണ്ടാട്ടിക്ക് ടെൻഷനായി. എന്താണെന്ന് അറിയാണ്ട്. ഇത് വലിയ സാധനമാണേ, വലിയ സാധനം കയ്യിൽ കൊണ്ടുവരാൻ പറ്റില്ല. അതാണ് റെയിൽവേ സ്റ്റേഷൻ ട്രെയിനാണ് വലുത്. വലിയ സാധനം പറഞ്ഞ എന്തോ ഉണ്ട്. പക്ഷെ വണ്ടി എത്തിയതാ. ട്രെയിൻ എത്തി. ഇനി ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. നിനക്ക് വേണ്ട ഗിഫ്റ്റ് അതാ വന്നുകൊണ്ടിരിക്കണോ. ട്രെയിനാണ് എനിക്ക് ഗിഫ്റ്റ്. വെയിറ്റ് ചെയ്യും. വേർന്നക്ക് നിക്കടി. ഫ്രണ്ടാണ്, വിളിക്കുവേ. കുഞ്ഞാ S1 നടക്കടി, നടക്ക് വേഗം. ഇതല്ല അപ്പുറത്താണ്, S4 ആണ്. സർപ്രൈസ് കാണാൻ പോവാണ്. ഇട് നോക്ക്. പിന്നെ ഇതിലും വലിയ ഗിഫ്റ്റ് നിനക്ക് എന്താ തരണ്ടി? ഇട് നോക്ക്. എപ്പടി ഇருக்கு நம்ம സർപ്രൈസ്? സർപ്രൈസ് ആണ്. പക്ഷെ ഇവൾക്ക് അറിയായിരുന്നു ഏകദേശം. റെയിൽവേ സ്റ്റേഷനിൽ പോയാ ചോദിച്ചു ഇനിയിപ്പോ ആരെങ്കിലും വരുന്നുണ്ടോ
മറ്റേ അമ്മ വരുന്നുണ്ടോ? പക്ഷെ അമ്മയും വരുന്നുണ്ടെങ്കിൽ ആ ഒരു കോളിങ് ഒന്നും എനിക്കും വരുന്നില്ലല്ലോ. അപ്പൊ ഇവന്റെ ഫോണില് അല്ല അമ്മ വരുന്നുണ്ടെന്ന് അറിയാം, പക്ഷെ ഇപ്പൊ ഇന്ന് വരുന്നുള്ളൂ അറിയില്ല. കാരണം ഞങ്ങളത് വരുന്നുണ്ടെന്നുള്ളത് ഞാൻ കുഞ്ഞന്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അവരെ കൊണ്ടുവന്നാണ്. പക്ഷെ അത് ഇന്ന് വരുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ എന്താണ് പക്ഷെ മണ്ടിയാണ്. ടിക്കറ്റ് ബുക്ക് ചെയ്തതിന്റെ അതിന്റെ മെസ്സേജ് ഒക്കെ ഫോണിലുണ്ട്. അതൊന്നും നോക്കിയില്ല. പക്ഷെ കൊറിയർ പറയുമ്പോ നമ്മൾ അങ്ങനല്ലേ നോക്കുള്ളൂ, ഇതില് നോക്കി. റെയിൽവേ സ്റ്റേഷനിൽ കൊറിയർ വന്നിട്ട് പിക്ക് ചെയ്യാൻ വന്ന പറഞ്ഞിട്ട് നോക്ക്. അത് ഫ്രണ്ടിന്റെ കൊടുത്തു വിടുന്നുണ്ടെന്ന് പറയുമ്പോ ഞാൻ എന്താ വെച്ചിരിക്കുക, ചിലപ്പോ ശരിയായിരിക്കും. ഞാൻ പക്ഷെ ഈ ഒരു സർപ്രൈസ് പൊളിയും വിചാരിച്ചു, സക്സസ് ആവില്ല വിചാരിച്ചു. പക്ഷെ സക്സസ് ആയി. ഫസ്റ്റ് ആ ലാസ്റ്റ് ആണ്. പക്ഷെ അല്ലേ ഫ്രണ്ടിന്റെ കൊടുത്തു വിടും, ഫ്രണ്ട് വരുന്നുണ്ട് അങ്ങനെ പറഞ്ഞപ്പോ എനിക്കൊരു ഡൗട്ട്. പക്ഷെ ഇന്ന് ഞെട്ടിപ്പോയി. ഫുൾ ആലപ്പുഴ ലോഡിങ്. ചെയ്യാൻ പോണോ? അമ്മ എന്തൊക്കെയാ സ്പെഷ്യൽ? ഇതെന്താ? കരിമീൻ എന്ത് ചെയ്തിരിക്കണേ? ഇത് കരിമീൻ എന്താ വെറുതെ വെട്ടിട്ട് കൊണ്ടുവന്നിരിക്കുക നമ്മുടെ ഇഷ്ടത്തിന് കത്തിക്കാൻ. ഫ്രീസ് ചെയ്തിട്ടാ? എന്താ സാധനം? ഇത് കക്കയിറച്ചി. വാവ്, കക്ക ഇറച്ചി. ഇത് ഓൾറെഡി നമ്മള് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അല്ലേ? ഇതെന്താ അറിയോ അഞ്ചാ? കരിമീൻ വറുത്തത്. കരിമീൻ വറുത്തതുണ്ട്. നോക്കി അമ്മ എന്തൊക്കെ കൊണ്ടുവന്നിരിക്കുന്നല്ലേ. ഇതേണ്ട അവല് വിളയിച്ചത്. ഇതേണ്ട നിന്നെ അടുത്ത് അറിയാനായിരിക്കും അധികം കാണിച്ചു കഴിഞ്ഞാൽ. ഇത് മറ്റേ അരിയുണ്ട, അമ്മമാര് സ്പെഷ്യലാണിത്. പിന്നെ ഇത് എനിക്കാണ്. തേനുമുട്ടായ ലൂപിക്ക. എരിവും പൊളിയൊക്കെ കഴിക്കണം അമ്മയ്ക്ക് ബോധ്യമുണ്ട്. ഞാൻ പ്രത്യേകം പറഞ്ഞു. കഴിഞ്ഞാ എന്റെ പൊന്നെ, ഇനി എന്താണ് ആലപ്പുഴ മൊത്തം ഇറക്കുമതി ചെയ്തല്ലോ. കരിമീനുണ്ട്, കക്കയിറച്ചി ഉണ്ട്. ഏത് തുടങ്ങണം എനിക്കറിയില്ല. കരിമീൻ ഞാനില്ലേ ഇതൊക്കെ ഒറ്റടിച്ച് തിന്നെടുക്കണം. ആലപ്പുഴയിൽ അന്നൊരു വീഡിയോയില് ഓർമ്മയുണ്ടോ കരിമീൻ പൊളിച്ചത്? അത് ഉണ്ടാക്കി തരാട്ടാ. ഒന്ന് അടുക്കളയിൽ കേറ് എന്റെ കുഞ്ഞാ, ഒന്ന് അടുക്കളയിൽ കേറ് കുഞ്ഞാ. നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ് മൈ ഡിയർ കുഞ്ഞാ. യെസ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇനി അടുത്ത കൊല്ലം ബർത്ത്ഡേക്ക് ഒരു ഗസ്റ്റ് ഒരാളും കൂടി ഉണ്ടാവും. അമ്മ നമ്മൾ എവിടെ വന്നിരിക്കണേ? കുഞ്ഞാ നല്ല ഭംഗിയാക്കിണ്ടല്ലോ ഇപ്പൊ. നമ്മൾ വരുമ്പോ ഇങ്ങനെ ഇല്ലല്ലോ, അമ്മ വരുമ്പോൾ ഇതുപോലെ ഒന്നുമില്ലല്ലോ. മഞ്ഞ ടയർഡായോ? ഒന്നാമത് ത്രോട്ട് പെയിൻ ആണ്, 2 ദിവസമായിട്ട് വയ്യ. കുറെ യാത്രയൊക്കെ ചെയ്തു. ത്രോട്ട് പെയിൻ വരാൻ കാരണം കൂടി പെയിൻ വരാനുണ്ട്. തണുത്ത വെള്ളം കഴിച്ചിട്ട് എന്റെ വർക്കിൽ ഓരോ സ്ഥലത്ത് ഡെയിലി ഒരു 4-5 വീട്ടിൽ വെള്ളം കുടിക്കും. വീട്ടിൽ വന്ന ഓർഗാനിക് വാട്ടർ. ഫ്രിഡ്ജിൽ എന്തുണ്ടോ അത് അപ്പൊ തന്നെ കുടിക്കും. ക്ഷീണോടെ ഇതെല്ലാരും ഫുഡ് കഴിക്കാൻ വെയിറ്റിംഗ് ആണ്.
എന്താണ് അമ്മക്ക് കൊത്തു പൊറോട്ട. ഇവിടെ ഒരാൾക്ക് കൊത്തു പൊറോട്ട, അച്ഛന് കൊത്തു പൊറോട്ട, അവിടെ അച്ഛന് പൊറോട്ട. ഇവിടെ എന്താണ് വാട്ട് യു വാണ്ട്? ആ കണ്ടാ അപ്പോഴും തണുപ്പ്.